നമസ്കാരം. ലേറ്റ് എഡിഷൻ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ബീഹാറിൽ നിതീഷ് രാജ്. भविष्य अगर उनके साथ है तो कोई माई के लाल नीतीश कुमार को सत्ता से हटाने के लिए अभी बिहार में पैसा नहीं लिया है। നാലിൽ 3 ഭൂരിപക്ഷവും കടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരി NDA സഖ്യം. 243 സീറ്റിൽ 202 സീറ്റുകളിലാണ് JDU, BJP, LJP സഖ്യം വിജയിച്ചത്. മഹാസഖ്യത്തിൽ RJD മാത്രമാണ് 2 അക്കം കടന്നത്. ബീഹാറിൽ മോദി നിതീഷ് മാജിക്. മഹാസഖ്യത്തെ തകർത്തെറിഞ്ഞ് NDA നേടിയത് ചരിത്ര വിജയം. 243-ൽ 200-ലേറെ സീറ്റുകൾ പിടിച്ചെടുത്താണ് JDU, BJP സഖ്യം വിജയക്കൊടി പാറിച്ചത്. SIR വോട്ടുകൊള്ള മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ആരോഗ്യം തുടങ്ങി പ്രതിപക്ഷ പ്രചാരണങ്ങളെ മറികടന്നാണ് NDAയുടെ പ്രകടനം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പ്രധാനമന്ത്രിയുടെ റാലികളും NDAയുടെ വിജയത്തിന് മാറ്റുകൂട്ടി. 80-ലേറെ സീറ്റിൽ വിജയിച്ചാണ് JDUവിന്റെയും BJPയുടെയും കുതിപ്പ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയോളം സീറ്റുകളിൽ JDU വിജയം. BJP കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റുകൾ കൂട്ടി. ചിരാഗ് പാസ്വാന്റെ LJP NDA വിജയത്തിന്റെ തിളക്കം കൂട്ടി. കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിലൊതുങ്ങിയ LJPക്ക് 20-ലേറെ സീറ്റിൽ ജയം. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒന്നിച്ചിറങ്ങിയിട്ടും മഹാസഖ്യത്തിന്റെ തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണയും ദയനീയ പ്രകടനം. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൈകോർത്ത് നടത്തിയ വോട്ടധികാർ യാത്ര തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്ന മഹാസഖ്യത്തിന്റെ സ്വപ്നം തകർന്നടിഞ്ഞു. NDAക്ക് ഇരട്ടിയിലേറെ സീറ്റുകൾ കുറഞ്ഞു. 60 സീറ്റിൽ മത്സരിച്ചെങ്കിലും 2 അക്കം പോലും കടക്കാനാകാതെയാണ് കോൺഗ്രസിന്റെ പതനം. കഴിഞ്ഞ തവണ 5 സീറ്റ് നേടിയ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIMനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായില്ല. ബീഹാറിൽ നിതീഷ് കുമാർ യുഗം തുടരും. സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയാണ് നിതീഷ് കുമാർ സംസ്ഥാനത്ത് അധികാരം നിലനിർത്തുന്നത്. പട്നയിലെ JDU ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഞെട്ടിക്കുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിയും ഇന്ത്യ മുന്നണിയും വിലയിരുത്തും. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇതെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. വിവരങ്ങളുമായി അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വോട്ട് ചോരി ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയുടെ വോട്ട് പിടിക്കാനുള്ള തന്ത്രം. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ട്വീറ്റിലൂടെ? പ്രവിധ സമീപകാലത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരാജയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് ചോരി യാത്ര ബീഹാറിലൂടെയാണ് പര്യടനം നടത്തിയത്. എന്നിരുന്നിട്ട് കൂടിയും 2 അക്കം മറികടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. എന്തായാലും അക്കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഏറെ വൈകിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹം നിലവിൽ ബീഹാറിലെ വോട്ടർമാരോട് നന്ദി അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ സുതാര്യത ഇല്ലായിരുന്നു എന്ന കാര്യമാണ് ഉയർത്തുന്നത്. ആ ബീഹാറിലെ ഫലം അതുകൊണ്ട് തന്നെ ഞെട്ടിപ്പിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഭരണഘടനയും അതുപോലെ ജനാധിപത്യത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അത് താൻ തുടരുക തന്നെ ചെയ്യും എന്ന കാര്യവും സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പിലൂടെ അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ജനാധിപത്യത്തിനും ഭരണഘടന സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം തുടരും. തുടക്കം മുതലേ ഈ സുതാര്യമല്ലായിരുന്നു തെരഞ്ഞെടുപ്പ്, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വിജയിക്കാനായില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഒരു വ്യക്തിപരമായി കൂടി ഈ പരാജയം ഏറെ ബാധിക്കുന്നത് കൂടിയാണ്. കാരണം രാഹുൽ ഗാന്ധി നയിച്ച യാത്രയാണ് ബീഹാറിലുടനീളം പര്യടനം നടത്തിയത്. പക്ഷേ എന്നിരുന്നിട്ട് കൂടിയും കോൺഗ്രസിന് മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഭേദപ്പെട്ട ഒരു നിലയിലേക്ക് പോലും സീറ്റ് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല.
പ്രവിധ. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ വൈകിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഞെട്ടിക്കുന്നതാണ് എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരിക്കുന്നത്. വൻ വിജയത്തിന് പിന്നാലെ ബീഹാർ ജനതയ്ക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ ഇനി ജംഗിൾ രാജ് മടങ്ങിവരില്ല എന്നും ജനങ്ങൾ വികസനത്തിനായാണ് വോട്ട് ചെയ്തതെന്നും ഡൽഹി BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള വിശ്വാസം ശക്തമാക്കി. ഇന്നത്തെ വിജയം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബംഗാളിലെയും BJP പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2010 ശേഷം ഏറ്റവും വലിയ വിജയമാണ് ബീഹാറിൽ NDAക്ക് ലഭിച്ചതെന്നായിരുന്നു ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത്. ഈ തിരഞ്ഞെടുപ്പിൽ NDAക്ക് നിതീഷ് കുമാർ അതിശയകരമായ നേതൃത്വം നൽകി. ഈ തിരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള വിശ്വാസം ശക്തമാക്കി. വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ബീഹാർ ജനങ്ങൾ പിന്തുണച്ചെന്നും പ്രധാനമന്ത്രി. NDA की विजय ही नहीं हुई है, ये लोकतंत्र की भी विजय है. भारत के लोकतंत्र पर भरोसा करने वालों की भी विजय है. इस चुनाव ने भारत के चुनाव आयोग पर जनता के विश्वास को और मजबूत किया है. ഇന്ത്യ സഖ്യത്തിനെതിരായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂക്ഷ വിമർശനം. തെറ്റായ മാർഗം സ്വീകരിക്കുന്നവർക്കൊപ്പം ബീഹാർ ജനത നിൽക്കില്ല. കോൺഗ്രസും ചുവപ്പ് ഭീകരതയും ഭാവി നശിപ്പിച്ച യുവാക്കളുടേതാണ് ഈ വിജയമെന്ന് മോദി. और कांग्रेस का पूरा एजेंडा अब इसी पर चलता है और इसलिए अब कांग्रेस के भीतर भी एक अलग धड़ा पैदा हो रहा है. ബീഹാറിലെ ഈ വിജയം കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലുമുള്ള BJP പ്രവർത്തകർക്ക് കൂടുതൽ ഊർജ്ജം നൽകുമെന്നും പ്രധാനമന്ത്രി. आज की ये विजय एक नई यात्रा की शुरुआत है और अब आज की इस विजय ने भाजपा कार्यकर्ताओं को केरला, तमिलनाडु, पुडुचेरी, असम और पश्चिम बंगाल में भी नई ऊर्जा से भर दिया है. അടുത്ത 5 വർഷം ബീഹാർ അതിവേഗം വളരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 24 ഡൽഹി. 2010 ശേഷമുള്ള വലിയ തകർച്ചയാണ് ബീഹാറിൽ മഹാസഖ്യം നേരിട്ടത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പകുതി സീറ്റുകളിൽ പോലും RJDക്ക് വിജയിക്കാനായില്ല. 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 6 സീറ്റിൽ ഒതുങ്ങി. വോട്ടുകൊള്ളയ്ക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടധികാർ യാത്ര മഹാസഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം തന്നെയായിരുന്നു. തേജസ്വി യാദവ് ഉൾപ്പെടെ നേതാക്കൾ രാഹുലിനൊപ്പം കൈകോർത്ത 1300 കിലോമീറ്റർ യാത്ര, 20 ജില്ലകൾ പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷയേറി. എന്നാൽ സീറ്റ് വിഭജനമായപ്പോൾ മഹാസഖ്യത്തിൽ പതിവ് കല്ലുകടി. സൗഹൃദ മത്സരമെന്ന നിലയിൽ 12 സീറ്റുകളിലാണ് സഖ്യത്തിലെ പാർട്ടികൾ പരസ്പരം ഏറ്റുമുട്ടിയത്. ഇതിൽ സികാന്ദ്ര, കർഹാഗർ മണ്ഡലങ്ങളിലൊഴികെ NDAക്ക് അനായാസ ജയം. കഴിഞ്ഞ തവണ 70-ൽ 19 മാത്രം ജയിച്ച കോൺഗ്രസിന് ഇക്കുറി ആഘാതം ഇരട്ടിയായി. 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 2 അക്കം പോലും കടന്നില്ല. 2010-ലെ തകർച്ചയ്ക്ക് സമാനമാണ് RJDയുടെയും കോൺഗ്രസിന്റെയും പ്രകടനം. മഹാസഖ്യം പാർട്ടികളിൽ സ്ട്രൈക്ക് റേറ്റ് കൂടുതൽ RJDക്കാണ്, 20%, കോൺഗ്രസിന് 8% മാത്രം. അതേസമയം BJPക്ക് 90-നടുത്തും JDUവിന് 80%വും LJPക്ക് 75%വുമാണ് സ്ട്രൈക്ക് റേറ്റ്. 24 പാട്ന. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ പദ്ധതി ഉൾപ്പെടെ NDA വിജയത്തിന്റെ ഘടകമായി RJDയുടെയും മഹാസഖ്യത്തിന്റെയും സ്വാധീന മേഖലകളിൽ NDA മുന്നേറ്റമുണ്ടാക്കി. റെക്കോർഡ് പോളിംഗ് ശതമാനം NDAയ്ക്കാണ് അനുകൂലമായത്. കഴിഞ്ഞ തവണത്തതിനേക്കാൾ 10%-നടുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കൂടിയത്. സ്ത്രീകളിൽ 71% പേർ വോട്ട് രേഖപ്പെടുത്തി. ഇത് NDAയെ തുണച്ചു. മുഖ്യമന്ത്രി മഹിളാ റോസ്റ്റർ പദ്ധതിയിലൂടെ 10,000 രൂപ വീതം ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച നീക്കം ഫലം കണ്ടു. ഓരോ കുടുംബത്തിലും സർക്കാർ ജോലി, സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ തുടങ്ങി തേജസ്വി യാദവിന്റെ വാഗ്ദാനത്തെക്കാൾ ബീഹാർ ജനത വിശ്വസിച്ചത് ഡബിൾ എഞ്ചിൻ സർക്കാരിനെ. ഭോജ്പുരി മേഖല മഹാസഖ്യത്തെ കൈവിട്ടു. 21 സീറ്റാണ് ഈ മേഖലയിൽ നഷ്ടം. തിർഹത്ത്, മഗധ് മേഖലകളിലും മഹാസഖ്യത്തിന് തകർച്ച. സീമാഞ്ചൽ മേഖലയിൽ മാത്രമാണ് മഹാസഖ്യത്തിന് പിടിച്ചു നിൽക്കാനായത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും NDA മുന്നേറി. പിന്നാക്ക, അതിപിന്നാക്ക മേഖലകളിൽ NDAയ്ക്ക് വൻ മുന്നേറ്റം. RJDയുടെ പരമ്പരാഗത കോട്ടകളിൽ NDA സഖ്യം കടന്നുകയറി. 40ഓളം മുസ്ലിം സ്വാധീന സീറ്റുകളിൽ NDAയും മഹാസഖ്യവും ഒപ്പത്തിനൊപ്പം. യാദവ ബെൽറ്റുകളിലെ NDA കുതിപ്പ് RJDയുടെ ചങ്കിടിപ്പേറ്റുന്നതാണ്.
ഇലക്ഷൻ ഡെസ്ക് 24. ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ എന്ന പേര് കാലങ്ങൾ കൊണ്ട് കൊത്തിവെക്കപ്പെട്ടതാണ്. നിതീഷ് മുഖ്യമന്ത്രിയായിരുന്ന കാലം ഒരുമിച്ച് കൂട്ടിയാൽ ഏകദേശം 20 വർഷത്തോളം വരും. ബീഹാറിൽ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായിരുന്ന നേതാവാണ് നിതീഷ് കുമാർ. നിതീഷിന്റെ ഭാവി തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തേത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നു. ബീഹാർ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ട്രംപ് കാർഡ് നിതീഷ് കുമാർ ഒരു തിരഞ്ഞെടുപ്പിനെ കൂടി മറികടന്നിരിക്കുകയാണ്. ജനവിധി എന്തുതന്നെയായാലും നിതീഷ് കുമാറിന് ഇക്കാലം കൊണ്ട് ബീഹാറിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ മറ്റാരെക്കാളും സമർത്ഥമായി സാധിച്ചു എന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല. വിവാദങ്ങൾക്കോ ആരോപണങ്ങൾക്കോ കാലുമാറലുകൾക്കോ എണ്ണമൊന്നും ഇല്ലായിരുന്നെങ്കിലും തുടർച്ചയായി വിജയമുറപ്പിക്കാൻ നിതീഷ് കുമാറിന് സാധിച്ചു. उसके बाद इस तरह से हुआ है, तब इस बार फिर जो मौका मिला है, तो इस मौका के बाद आगे अब उन लोगों के लिए कोई गुंजाइश नहीं रहेगा, वो सब खत्म हो जाएगा. 9 തവണ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് 2004-ലാണ്. അതിനുശേഷം ഓരോ തവണയും മുഖ്യമന്ത്രിയായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായാണ്. 2024-ൽ MLA-CI തെരഞ്ഞെടുക്കപ്പെട്ട നിതീഷിന് 2030 വരെ കാലാവധിയുണ്ട്. നിരന്തരം മുന്നണികൾ മാറുന്ന നിതീഷ് കുമാറിന് സ്ഥിരതയില്ല എന്ന വിമർശനം സ്ഥിരമാണ്. जितनी भी जातियां इस देश में बसती है, सबको आबादी के हिसाब से आरक्षण दे दिया जाना चाहिए. ലാലു പ്രസാദ് യാദവും നിതീഷും ആദ്യം ജനതാദളിന്റെ ഭാഗമായിരുന്നു. പിന്നീട് ലാലുവിന്റെ മേൽക്കോയ്മയിൽ അസംതൃപ്തനായി 1994-ൽ സാമന്ത പാർട്ടി രൂപീകരിച്ചു. 1996-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി BJP-യുമായി സഖ്യത്തിലേർപ്പെട്ടു. നളന്ദയിൽ നിന്ന് നിതീഷ് പാർലമെന്റിലേക്ക് ജയിച്ചു. വാജ്പേയി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായി. 2000-ൽ ആദ്യമായി ബീഹാർ മുഖ്യമന്ത്രിയായി. എന്നാൽ 7 ദിവസത്തിനുള്ളിൽ സർക്കാർ വീണു. രണ്ടായി പിളർന്ന ജനതാദളിലെ ഒരു വിഭാഗം സമന്ത പാർട്ടിയുമായി ചേർന്നാണ് 2003-ൽ JDU രൂപീകരിക്കുന്നത്. 2005-ൽ NDAയുടെ ഭാഗമായി വീണ്ടും ബീഹാർ മുഖ്യമന്ത്രി. 2014 വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയും ചെയ്തു. 2014-ലാണ് ആദ്യമായി നിതീഷ് കുമാർ BJP-യുമായി ഉടക്കുന്നത്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് NDA വിട്ടു. 2015-ൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി ബീഹാർ മുഖ്യമന്ത്രിയായി. 2017-ൽ വീണ്ടും NDAയിൽ. 2022-ൽ വീണ്ടും മഹാസഖ്യത്തിനൊപ്പം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വീണ്ടും NDAയുടെ ഭാഗമായി. എത്ര തവണ ഏതൊക്കെ സഖ്യത്തിന്റെ ഭാഗമായാലും ഒടുവിൽ ജനങ്ങൾ തന്നെ പിന്തുണയ്ക്കും എന്ന ആത്മവിശ്വാസം നിതീഷിനുണ്ട്. പിന്നാക്ക സമുദായങ്ങളുടെ വോട്ടുറപ്പിക്കാൻ എന്നും നിതീഷിന് സാധിച്ചിരുന്നു. കുർമി വിഭാഗത്തിൽ ജനിച്ച നിതീഷ് കുമാർ OBC വോട്ടുകൾ പിടിക്കുമെന്ന പ്രതീക്ഷ BJPക്കുണ്ടായിരുന്നു. മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തുവന്നിരിക്കുന്നു. എന്താകും നിതീഷിന്റെ അടുത്ത നീക്കമെന്നറിയാൻ കാത്തിരിക്കാം. റിസർച്ച് ഡെസ്ക് 24. ബീഹാർ നിയമസഭയിലേക്ക് NDA മികച്ച ജയം നേടി അധികാരത്തിലെത്തുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായത് ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയാണ്. NDAയിൽ BJPക്കും JDU-വിനും മുകളിലാണ് LJPയുടെ വിജയ ശരാശരി. മത്സരിച്ച 29 മണ്ഡലങ്ങളിൽ 19 സീറ്റുകളിൽ LJP മുന്നിലാണ്. 2020-ൽ നിതീഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് LJP 130-ലധികം സീറ്റുകളിൽ സ്വതന്ത്രമായി മത്സരിച്ചെങ്കിലും ഒരു സീറ്റ് മാത്രമാണ് നേടാനായത്. 2021-ൽ അമ്മാവൻ പശുപതി കുമാർ പരസുമായുള്ള തർക്കത്തെ തുടർന്ന് പാർട്ടി പിളർന്നു. ഇതോടെ ചിരാഗിന്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 43-കാരനായ ചിരാഗും അദ്ദേഹത്തിന്റെ ലോക് ജനശക്തി പാർട്ടിയും വൻ മുന്നേറ്റമുണ്ടാക്കി. മത്സരിച്ച 5 മണ്ഡലങ്ങളിലും ജയിച്ച് കരുത്തു തെളിയിച്ചു. പക്ഷേ നിയമസഭയിലേക്ക് ആദ്യഘട്ടത്തിൽ ചോദിച്ച സീറ്റുകൾ ചിരാഗിന് ലഭിച്ചിരുന്നില്ല. ഒടുവിൽ ബീഹാർ NDA നേതൃത്വം വഴങ്ങി. ഫലം വന്നപ്പോൾ മികച്ച വിജയം. ഭരണത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി പദം അടക്കം ആവശ്യപ്പെടാനാണ് LJPയുടെ നീക്കം. 2000 നവംബറിൽ രാംവിലാസ് പാസ്വാന്റെ നേതൃത്വത്തിൽ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് പിളർന്നു രൂപീകരിച്ച ലോക് ജനശക്തി പാർട്ടിയുടെ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് വിജയമാണ് ഇത്തവണത്തേത്. ന്യൂസ് ഡെസ്ക് 24. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് കനത്ത തിരിച്ചടി. മത്സരിച്ച 33 സീറ്റുകളിൽ CPIML 2 സീറ്റുകളിലും CPIM 1 സീറ്റുമാണ് നേടിയത്. 2020-ലെ തിരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി ശ്രദ്ധേയമായ വിജയം നേടിയതിനു ശേഷം ഇപ്പോഴത്തെ തിരിച്ചടി ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച ഇടതുപക്ഷം കാഴ്ചവെച്ചത് മികച്ച പ്രകടനം. മൊത്തം മത്സരിച്ച സീറ്റുകളിൽ 29 സീറ്റുകളിൽ 16 ജയിച്ചു. 55% അന്നത്തെ സ്ട്രൈക്ക് റേറ്റ്.
CPIML ലിബറേഷൻ ആകെയുള്ള 19 സീറ്റുകളിൽ 12 എണ്ണത്തിൽ വിജയിച്ച അന്ന് ശ്രദ്ധേയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ വിജയം മഹാസഖ്യത്തിന് 110 സീറ്റുകൾ നേടുന്നതിലും നിർണായകമായിരുന്നു. എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത് കനത്ത തിരിച്ചടി. ജാതി രാഷ്ട്രീയത്തിന്റെ സ്വാധീനവും NDAയുടെ ശക്തമായ പ്രകടനവും മറ്റ് പ്രാദേശിക പാർട്ടികളുമായുള്ള സീറ്റ് വിഭജനത്തിലെ പ്രശ്നങ്ങളുമെല്ലാം 2020 പ്രകടനം ആവർത്തിക്കുന്നതിൽ നിന്ന് ഇടതുപക്ഷത്തെ തടഞ്ഞതായാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അന്ന് CPIMും CPIയും 2 വീതം സീറ്റുകളിലും ജയിച്ചു. എന്നാൽ ഇത്തവണ ഇടതുപാർട്ടികൾ 33 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഏതാനും സീറ്റുകളിൽ മാത്രമേ മുന്നേറാനായുള്ളൂ. സീറ്റ് വിഭജനത്തിലുണ്ടായ തർക്കങ്ങളും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളും കോൺഗ്രസും RJDയും അവകാശപ്പെട്ടതുമാണ് ഇടതിന്റെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചത്. ചിലയിടങ്ങളിൽ RJD സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരെ സൗഹൃദ മത്സരത്തിനിറങ്ങിയതും വിനയായി. ഇടതുപക്ഷം കർഷകരുടെയും തൊഴിലാളികളുടെയും വർഗപരമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയപ്പോൾ മറ്റു കക്ഷികൾ ജാതീയമായി അണിനിരത്തി വോട്ട് നേടുന്നതിലും വിജയിച്ചു. ഇതിനു പുറമെ സാമ്പത്തിക പ്രശ്നങ്ങളും പ്രചാരണക്കുറവും ഇടതിന് ദോഷമായി മാറിയെന്നും വിലയിരുത്തലുണ്ട്. റിസർച്ച് ഡെസ്ക് 24. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ പുതിയതായി രൂപീകരിച്ച ജൻസുരാജ് പാർട്ടി ബീഹാർ തിരഞ്ഞെടുപ്പിൽ 243-ൽ 238 സീറ്റുകളിലാണ് മത്സരിച്ചത്. NDAയ്ക്കും മഹാസഖ്യത്തിനും 3-ാം ബദലായി അവതരിപ്പിച്ചുവെങ്കിലും തിരഞ്ഞെടുപ്പിൽ തകർന്നടിയാനായിരുന്നു വിധി. ജാതിയുടെയും വ്യക്തിഗത സ്വാധീനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി വികസനം, തൊഴിലില്ലായ്മ, കുടിയേറ്റം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടിയുടെ പ്രഖ്യാപനം. പാർട്ടി രൂപീകരിക്കുന്നതിനു മുൻപ് 3 വർഷത്തിലേറെയായി പ്രശാന്ത് കിഷോർ നടത്തിയ ജൻസ്വരാജ് പദയാത്ര സംസ്ഥാനത്തുടനീളം വലിയൊരു പ്രാദേശിക ശൃംഖല സ്ഥാപിക്കാനും ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാനും ശ്രമിച്ചിരുന്നു. ദശാബ്ദങ്ങളായി ബീഹാർ ഭരിക്കുന്ന പ്രധാന മുന്നണികളോടുള്ള ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുമെന്നും വിദ്യാസമ്പന്നരും യുവതലമുറയും തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നുമായിരുന്നു ജൻസ്വരാജ് പാർട്ടിയുടെ പ്രതീക്ഷ. പ്രൊഫസർമാർ, മുൻ ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, അഭിഭാഷകർ തുടങ്ങിയ ക്ലീൻ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മാറ്റത്തിനു വേണ്ടിയുള്ള പാർട്ടിയെന്ന ജൻസ്വരാജിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജൻസ്വരാജ് ദയനീയ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. ജാതി സാമുദായിക സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കി നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഭരണപരമായ വിഷയങ്ങളെ മാത്രം ആശ്രയിച്ചുള്ള പ്രചാരണത്തിന് പരമ്പരാഗത വോട്ട് ബാങ്കുകളെ തകർക്കാൻ കഴിഞ്ഞില്ലെന്നാണ് സൂചന. പ്രശാന്ത് കിഷോർ NDAയുടെയോ മഹാസഖ്യത്തിന്റെയോ ബി ടീം ആണെന്ന തരത്തിലുള്ള പരസ്പര ആരോപണങ്ങൾ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പ്രാദേശിക നേതാക്കൾക്കിടയിലുണ്ടായ തർക്കങ്ങളും ചില സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്തത് പാർട്ടിയുടെ വിശ്വാസ്യത തുടക്കത്തിലെ തകർക്കുകയും ചെയ്തു. റിസർച്ച് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാനൊരുങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത FIR ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ED ഹർജി നൽകി. പ്രഥമ ദൃഷ്ട്യാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം നിലനിൽക്കും എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ FIR ആവശ്യപ്പെട്ട റാന്നി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും EDയുടെ ആവശ്യം കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച് വ്യക്തിപരമായ നേട്ടത്തിന് ഉപയോഗിച്ചു. ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നാണ് EDയുടെ പ്രാഥമികമായ വിലയിരുത്തൽ. പ്രത്യേക അന്വേഷണ സംഘം അഴിമതി നിരോധന നിയമം ചുമത്തിയ പശ്ചാത്തലത്തിൽ EDയുടെ ഹർജിക്ക് പ്രാധാന്യമേറും. FIR ലഭ്യമായാൽ ECIR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കും. ED അന്വേഷണം ആരംഭിച്ചാൽ പുതിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കൂടി ശബരിമല സ്വർണ്ണക്കൊള്ള വഴിമാറും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച ജാമ്യഹർജി പരിഗണിക്കുന്നതുവരെയാണ് അറസ്റ്റ് തടഞ്ഞത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ചെങ്കോട്ട സ്ഫോടന കേസിലെ സൂത്രധാരന്റെ ജമ്മു കാശ്മീരിലെ വീട് തകർത്ത് സുരക്ഷാ സേന. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ ഉമർ നബിയുടെ പുൽവാമയിലെ വീടാണ് തകർത്തത്. അതിനിടെ നല്ല നിലവാരം നിലനിർത്തുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി അൽഫല സർവകലാശാലയുടെ അംഗത്വം അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് റദ്ദാക്കി. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഹ്യുണ്ടായി i20 കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ നബിയായിരുന്നു. സ്ഫോടന സ്ഥലത്തുനിന്ന് ശേഖരിച്ച DNA സാമ്പിളുകൾ ഡോക്ടർ ഉമർ നബിയുടെ അമ്മയുടേതുമായി ഒത്തുനോക്കിയാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. ഇതിനു പിന്നാലെയാണ് പുൽവാമയിലെ വീട് തകർത്തത്. പഠനത്തിൽ മിടുക്കനായിരുന്ന ഡോക്ടർ ഉമർ നബി കഴിഞ്ഞ 2 വർഷത്തിനിടെയാണ് തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടത്. നിരവധി തീവ്രവാദ മെസ്സേജിംഗ് ഗ്രൂപ്പുകളിലും ഇയാൾ അംഗമായിരുന്നു. സ്ഫോടനം നടന്ന തലേദിവസം ഫരീദാബാദിൽ നിന്ന് യാത്ര തിരിച്ചതു മുതൽ സ്ഫോടനം നടപ്പിലാക്കുന്നതുവരെയുള്ള ഉമർ നബിയുടെ നീക്കങ്ങൾ 50-ലധികം CCTV ക്യാമറ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഡൽഹി പോലീസ് പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്.
തുടരന്വേഷണത്തിൽ ജമ്മുകശ്മീരിൽ നിന്നുള്ള ഒരു മെഡിക്കൽ കോളേജ് പ്രൊഫസറെ കൂടി ഏജൻസികൾ അറസ്റ്റ് ചെയ്തു. UP ഹാപ്പൂരിലെ GS മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഫാറൂഖിനെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ ദുബായിലുണ്ടെന്ന് കരുതുന്ന മറ്റൊരു കശ്മീരി ഡോക്ടർക്കെതിരെയും ജമ്മുകശ്മീർ പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇയാളുടെ സഹോദരൻ നേരത്തെ അറസ്റ്റിലായിരുന്നു. കേസുമായി ബന്ധമുള്ള നിരവധി പ്രതികൾ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയുടെ അംഗത്വം അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് റദ്ദാക്കി. അസോസിയേഷന്റെ പേരോ ലോഗോയോ ഉപയോഗിക്കാനും സർവകലാശാലയ്ക്ക് ഇനി അനുമതിയില്ല. കശ്മീർ താഴ്വരയിലെ ഭീകരശൃംഖലകൾക്കെതിരെ ജമ്മുകശ്മീർ പോലീസ് നടപടി ശക്തമാക്കി. ജമാഅത്ത് ഇസ്ലാമി അംഗങ്ങൾ പാകിസ്ഥാനിലോ പാക് അധീന കശ്മീരിലോ ബന്ധുക്കളുള്ളവരുടെ വീടുകൾ എന്നിവിടങ്ങളിലും റെയ്ഡുകൾ നടക്കുന്നുണ്ട്. 24 ഡൽഹി. കായിക വാർത്തകൾ നോക്കിയാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 1-ാം ടെസ്റ്റിൽ ലീഡ് പ്രതീക്ഷയിൽ ഇന്ത്യ. കൊൽക്കത്തയിൽ നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ 159 റൺസിന് എറിഞ്ഞിട്ട് ഇന്ത്യ 1-ാം ദിവസത്തെ കളി നിർത്തുമ്പോൾ 1 വിക്കറ്റിന് 37 റൺസ് എന്ന നിലയിലാണ്. 5 വിക്കറ്റ് എടുത്ത ജസ്പ്രീത് ബുംറയാണ് പ്രോട്ടീസിനെ വീഴ്ത്തിയത്. മുഹമ്മദ് സിറാജും കുൽദീപ് യാദവും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ദക്ഷിണാഫ്രിക്കൻ നിരയിൽ 31 റൺസ് നേടിയ ഏഡൻ മാർക്രമാണ് ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ 12 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 13 റൺസുമായി KL രാഹുലും 6 റൺസോടെ വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികളിലെ അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി മൈജി. ഫോൺ വേണ്ട, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വേണ്ട എന്ന ക്യാമ്പയിൻ കണ്ണൂർ താണ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നടന്നു. മോർ ഗ്രീൻ ടൈം, ലെസ് സ്ക്രീൻ ടൈം എന്ന സന്ദേശമാണ് മൈജി ഈ വർഷത്തെ ക്യാമ്പയിനിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി HIS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആനയിടുക്ക്, ഗവൺമെന്റ് UP സ്കൂൾ മുഴത്തടം എന്നീ സ്കൂളിലെ കുട്ടികളെ മൈജിയുടെ നേതൃത്വത്തിൽ ഷോറൂമിലേക്ക് ക്ഷണിച്ചു. കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ശില്പ NSന്റെ നേതൃത്വത്തിൽ ക്ലാസുകൾ നൽകി. തുടർന്ന് പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പൂക്കളുടെ വിത്തും ഗ്രോ ബാഗും ഉൾപ്പെടുന്ന കിറ്റ് സമ്മാനിച്ചു. വിത്ത് മുളയ്ക്കുമ്പോഴും പൂവിടുമ്പോഴും ഫോട്ടോ എടുത്ത് മൈജിയിലേക്ക് അയക്കണം. ചെടികൾ പൂവിടുന്ന അവസാന ഘട്ടം വരെ ചിത്രങ്ങൾ അയക്കുന്ന എല്ലാ കുട്ടികൾക്കും മൈജി സർപ്രൈസ് സമ്മാനം നൽകും. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.